ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിമർശനവുമായി ഹൈക്കോടതി. കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത് 200 പേജിന്റെ നോട്ട്ബുക്കിൽ. കുട്ടിബുക്കെന്ന് കോടതിയുടെ പരിഹാസം. ബുക്കിൽ നിറയെ വെട്ടലും തിരുത്തലുമുണ്ട്. പെട്ടിക്കടയിൽ ഇതിലും നന്നായി കണക്ക് സൂക്ഷിക്കുമെന്നും ഹൈക്കോടതി. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ 21 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. നെയ്യ് വിൽപ്പനയുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് 200 പേജിന്റെ ഒരു നോട്ട്ബുക്കിലാണ്. ഇതിനെ കുട്ടിബുക്കെന്ന് പരിഹസിച്ച ഹൈക്കോടതി പെട്ടിക്കടയിൽ ഇതിനേക്കാൾ നന്നായി കണക്ക് സൂക്ഷിക്കുമെന്നും കുറ്റപ്പെടുത്തി. ഇതൊരു ഒറ്റപ്പെട്ട ക്രമക്കേടല്ല, സംവിധാനങ്ങളിലും മേൽനോട്ടത്തിലും വീഴ്ചയുണ്ടായി. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ മാത്രമല്ല, വിഭൂതി, കുങ്കുമം ഇടപാടുകളിലും പ്രശ്നങ്ങളുണ്ട്. അതിനാൽ പ്രസാദം വിൽപ്പനയിൽ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാൻ ചട്ടക്കൂട് വേണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. നിഷ്ക്രിയ കാഴ്ചക്കാരനായി ഇരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭക്തർ സമർപ്പിക്കുന്ന നെയ്യ്, മറ്റ് വഴിപാട് സാധനങ്ങൾ എന്നിവ സംബന്ധിച്ച് ആദ്യാവസാനം വരെ കണക്കുകൾ സൂക്ഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ജനം, കൊച്ചി.